ഹായ് ഫ്രണ്ട്സ്, നാച്ചുറൽ ഡിലൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ബെഡ് എങ്ങനെ മേക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഇങ്ങനത്തെ PP കവറാണ്. ഈ വൈക്കോലിന്റെ ബെഡ്, ഇതിപ്പോൾ വൈക്കോലം ഉണ്ടാട്ടോ നമ്മൾ ബെഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വൈക്കോലം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ കവർ വേണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കവർ എന്ന് പറഞ്ഞാൽ 12-24 ഇതിൻ്റെ സൈസ്. അപ്പോൾ ഈ കവറിൽ നമുക്ക് ആദ്യം ഹോൾസ് ഇടണം. ഹോൾസ് ഇടാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചെറിയ പിന്ന് വെച്ചിട്ട് വേണം ഹോൾസ് ഇടാൻ. ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും ഒന്നിൻ്റെ മേലെ വെച്ചിട്ട് ഹോൾസ് ഇടുക. ഹോൾസ് മാക്സിമം കൂടുതലായിട്ട് ഇടുക കേട്ടോ. കുറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ, കൂടിയെന്ന് വെച്ചിട്ട് പ്രശ്നമല്ല. ഇതിപ്പോൾ നമ്മൾ കവറ് ഫുള്ളായിട്ട് ഹോൾസ് ഇട്ടിട്ടോ, ഫുള്ളായിട്ട് തന്നെ ഹോൾസ് ഇടണേ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രം വേണം. വിത്ത് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണം. പിന്നെ വിത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നോക്കി വാങ്ങുക. F1 ജനറേഷൻ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല വിത്ത് വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതൊക്കെ നല്ലൊരു ക്ലീൻ ഉള്ള സ്ഥലത്ത് വേണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഡെറ്റോളാണ്. ഡെറ്റോൾ ഡൈലൂട്ട് ചെയ്താണ്. ഇതൊന്ന് ജസ്റ്റ് നമ്മളെ കയ്യിലും പിന്നെ ഈ പാത്രത്തിലും അടിച്ചു കൊടുത്തിട്ട് പിന്നെ പറഞ്ഞാൽ ഈ വിത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വിത്ത് ജസ്റ്റ് ഒന്ന് കീറണം. നമ്മളൊരു കത്തി യൂസ് ചെയ്യുന്നു. ആ കത്തിൻ്റെ തുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോഴും അണുക്കൾ നശിക്കും. എന്നിട്ട് വിത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് പൊട്ടിക്കും. വിത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ടാവുക. അപ്പോൾ വിത്തിൻ്റെ ഈ മുകൾ ഭാഗത്ത് ജസ്റ്റ് നല്ല മൈസീലി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ രണ്ടെണ്ണാക്കി എടുത്ത് ഈ മുകൾ ഭാഗത്തില്ല മൈസീലി ഉണ്ടാവും. ഇതെടുക്കണമെന്നില്ല കേട്ടോ. ഇവിടെ ചിലപ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞ കളറൊക്കെ വരും, അത് പ്രശ്നമല്ല. ആ ഭാഗം നമ്മൾ എടുക്കണ്ട. പിന്നെ ഇങ്ങനത്തെ ഇവിടെ ചെറിയ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ മഞ്ഞ കളറുകൾ പ്രശ്നമല്ല, അത് ഈ മൈസീലിയം കൂടുതലായിട്ട് വരുമ്പോൾ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ച് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ വിത്ത് കുറച്ച് ടൈറ്റില്ല വിത്ത് വേണം. ഇതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ മണിമണിയല്ല, ഈ ഉള്ളിലുള്ള ഈ പാടകളാണ് ശരിക്കും ഇതിൻ്റെ പൂണ്ട വിത്ത്. അപ്പോൾ കുറച്ച് ഉറപ്പുള്ള വിത്തുകൾ നോക്കിയിട്ട് വാങ്ങണം. വിത്ത് നല്ലോണം പൊട്ടിക്കുക. നല്ലോണം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കവറിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ പണ്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് കവർ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് തിരിച്ചിട്ടിട്ടൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കവർ ഓപ്പൺ ചെയ്യാം. ആദ്യം കുറച്ച് വിത്ത് വാരിയിട്ട് കേട്ടോ, കുറച്ച് വിത്ത് വാരിയിട്ടിട്ട് പിന്നെ നമ്മൾ ഈ വൈക്കോല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂണ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ആദ്യം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റെറിലൈസ് ചെയ്തെടുത്ത വൈക്കോലാണ്. ഈ വൈക്കോല് നമ്മൾ സ്റ്റെറിലൈസ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ നനവുണ്ടാവും. ഇതിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം താഴത്തേക്ക് വീകില്ല, എന്നാൽ ചെറുതായിട്ടൊരു നനവുണ്ടാവും. കയ്യിലൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അറിയില്ല. ആ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. അത് അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ പറഞ്ഞാൽ വൈക്കോൽ ഇത് കട്ട് ചെയ്ത വൈക്കോലാണ്. അപ്പോൾ എങ്ങനെയൊക്കെ കട്ട് ചെയ്യാന്നുള്ളതും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തെടുത്ത വൈക്കോൽ ആദ്യം കവറിൽ നിറയ്ക്കുക. ഒരു
ഇത് വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അമർത്തണം. നമ്മൾ ഈ വൈക്കോൽ ഈ കവറിൽ വൈക്കോലായതുകൊണ്ട് തന്നെ നല്ല മാക്സിമം അമർത്തി കയറ്റണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കോലിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വലിച്ചെടുത്തിട്ടാണ് കൂണ് വരിക. അപ്പോൾ അതിൽ എത്രത്തോളം വൈക്കോലുണ്ടോ അത്രത്തോളമാണ് നിങ്ങൾക്ക് കൂണിൻ്റെ അളവും കൂടുക. അത് കഴിഞ്ഞിട്ട് ഈ കവറിന് ഇങ്ങനെ ഒരു തുമ്പുണ്ടാവുമല്ലോ, അത് ഈ 2 എണ്ണം ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു റൗണ്ട് ഷേപ്പായില്ലേ. ആ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് പറഞ്ഞാൽ ഒരു കവറിനൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ അളവിൽ വൈക്കോൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറച്ച് വിത്ത് അതിൻ്റെ മേലക്കോടെ ഇടുക, മൊത്തത്തിൽ അങ്ങ് ഇട്ടാൽ മതി. പിന്നെ വൈക്കോലും വൈക്കോലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണം മാക്സിമം. ഇനി അതിൻ്റെ മേലത്തേക്ക് വീണ്ടും അതേമാതിരി തന്നെ വിത്തിടുക. ഇനിയും വിത്തിട്ടിട്ട് പിന്നെ വൈക്കോലിടുക. അതേപോലെ തന്നെ വൈക്കോലിടുമ്പോൾ നല്ലോണം അമർത്തി തന്നെ കൊടുക്കണം. വിത്ത് ഇടുക, പിന്നെ വൈക്കോല് മൊത്തമായിട്ട് എത്രത്തോളം കൊള്ളുന്നോ അത്രത്തോളം കൊള്ളിക്കാൻ നോക്കണം. ഇനി കുറച്ചും കൂടി വിത്തിട്ടിട്ട് ഒറ്റ ട്രിപ്പും കൂടി വൈക്കോലിടുക. വൈക്കോല് അത് അമർത്തി കുറച്ചും കൂടി വിത്തിട്ടിട്ട് മേലെ ആ വിത്തിട്ടിട്ട് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ കെട്ടാനുള്ള ഭാഗം മാത്രം ചെറിയൊരു ഗ്യാപ്പ് മതി. ബാക്കി മൊത്തം വൈക്കോലിടുക. എന്നിട്ട് നല്ല ഈ തുമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല അമർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കറക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. പിന്നെ റബ്ബർ എടുക്കുക, റബ്ബർ ബാൻഡ് ഇട്ടു, അത് റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡ് ഇടുക നല്ല ടൈറ്റിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ബെഡ്. ഇതിങ്ങനെ ടൈറ്റിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാവണം. മാക്സിമം വൈക്കോൽ കൊള്ളിക്കണം.
എന്നിട്ടൊരു ഷേപ്പിൽ നല്ല ഒരു ഇതിലുണ്ടാവും. ഇത് നമ്മൾ ഫാമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്കും വൈറ്റ് കളർ വരും. ഒരു 18 ദിവസം 20 ദിവസം ആകുമ്പോൾ കൂണ് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബെഡ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ രീതിയിലാണ് ബെഡ് ഉണ്ടാക്കുക. നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് നമുക്ക് ഈ റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലും ഉണ്ടാക്കാം. അതിപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട്, അതിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്തടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനും ഒന്ന്